ഞാൻ എന്നേ പറഞ്ഞതല്ലേ നിന്നോട് ആ മാർബിൾ ലാൻഡിലൊന്ന് പോയി. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. തീവ്രവാദികളുടെ മുദ്രാവാക്യവും കാഴ്ചപ്പാടും ലീഗ് ഏറ്റെടുക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ സംഘടനകളുമായി ലീഗും UDFും പരസ്യമായി സഖ്യമുണ്ടാക്കുന്നു. ഇത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM ജില്ലാ സമ്മേളനം തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂരിൽ നടക്കുന്ന CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് മുസ്ലിം ലീഗിനെയും ലീഗിന്റെ വർഗീയ അജണ്ടകളെയും കടന്നാക്രമിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. വർഗീയ ശക്തികളുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യമുണ്ടാക്കുന്ന നിലപാടായിരുന്നു UDF മുൻപ് മുതൽ തന്നെ സ്വീകരിച്ചു വന്നിരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. ലീഗിന് മാറ്റം വന്നിരിക്കുന്നു. മാറ്റം എന്നത് ജമാഅത്ത് പോലുള്ള തീവ്രവാദികളുടെ മുദ്രാവാക്യങ്ങൾ ലീഗ് നേരിട്ട് ഏറ്റെടുക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന വിമർശനം മത തീവ്രവാദ സംഘടനകളോട് മൃദു സമീപനം സ്വീകരിക്കുന്നു. അവരുമായി രാഷ്ട്രീയ ലാഭത്തിനായി സഖ്യമുണ്ടാക്കുന്നു എന്നതായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പോലുള്ള സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കുന്ന രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും അവരുടെ ഈ തീവ്രവാദികളുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ലീഗ് എടുക്കുന്ന ഇത്തരം വർഗീയ നിലപാടുകൾ സമാധാനം ആഗ്രഹിക്കുന്ന ലീഗുകാർ തന്നെ എതിർക്കുകയും തുറന്നുകാട്ടുകയും ചെയ്യുമ്പോൾ അവർക്കെതിരെ തീവ്രമായി മുന്നോട്ട് വരികയാണ്. ആദരിക്കപ്പെടുന്നവർക്കെതിരെ പോലും ലീഗ് അസഹിഷ്ണുത കാണിക്കുന്നു. ലീഗിന്റെ തീവ്രവാദ നിലപാടുകൾ വലിയ അപകടം വിളിച്ചു വരുത്തും. ഇതിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ലീഗിലെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്നവർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുസ്ലിം ലീഗ് എടുക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദപരമായ നിലപാടുകളെ മതസംഘടനകളും സമാധാനകാംക്ഷികളുമായ ആളുകൾ തുറന്നു കാട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ തീവ്രമായി മുന്നോട്ട് വരുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ആദരണീയരായ വ്യക്തികൾക്കെതിരെ അടക്കം ലീഗിന്റെ അസഹിഷ്ണുത പ്രകടമായി വരുന്നു. മുസ്ലിം ലീഗിന്റെ തീവ്രവാദപരവും മതസ്പർദ്ധകൾ സൃഷ്ടിക്കുന്ന നീക്കങ്ങൾക്കുമെതിരെ അതിനകത്തുള്ള സമാധാനകാംക്ഷികൾ മഹാഭൂരിപക്ഷവും സമാധാനകാംക്ഷികളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവരെ രംഗത്ത് വരണം. അക്കാര്യത്തിൽ എല്ലാവരും ഉറച്ച നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ സംഘടനകളുമായി നീക്കുപോക്കുണ്ടാക്കിയവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി വർഗീയ സംഘടനകളുമായി സഖ്യം ചേർന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ നിലയിലുള്ള സംസ്കാരം നിലനിൽക്കുന്ന നാടാണ് നമ്മുടേത്. നമ്മെ പുറകോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ കൂടുതൽ ശക്തമായി ഇടപെടാൻ നമുക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വ്യത്യസ്തമായി വലിയ ഉയർന്ന സംസ്കാരം നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ. പക്ഷേ നമ്മെ പുറകോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഇടപെടാൻ നമുക്ക് കഴിയണം. മതവിശ്വാസികളും ജനാധിപത്യവാദികളും എല്ലാം ഇത്തരമൊരു നില ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കണം. അത് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രീതിയാണ് എന്നത് നമുക്ക് തിരിച്ചറിയാനാകും.